എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാൻ കാർഡ് ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഗവൺമെൻറ് പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിരുന്നതാണ്. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ആണോ എന്ന് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഒരു വഴിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമുക്ക് ആധാർ കാർഡുമായിട്ട് പാൻ കാർഡ് ബന്ധിപ്പിക്കുന്നതിൽ വരുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പല ആളുകൾക്കും നേരത്തെ പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും അവർക്ക് അവരുടെ പേര് വിവരങ്ങളും അതോടൊപ്പം തന്നെ അഡ്രസ്സ്, അവരുടെ ജനന തീയതി, അതോടൊപ്പം തന്നെ വയസ്സ്, ഈ കാര്യങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ വ്യത്യാസം വരുമ്പോഴാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ നിങ്ങളുടെ പേര് വിവരങ്ങൾ ആധാർ കാർഡിലും നിങ്ങളുടെ പാൻ കാർഡിലും ഒരുപോലെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് നൽകിയ ശേഷം പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ നമ്മളിവിടെ പരിശോധിക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ആണോ എന്ന് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഒരു മാർഗം കൂടെയുണ്ട്. പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനുള്ള കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ വഴിയുണ്ട്. പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാത്തവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുമ്പോഴും ആദായ നികുതിയുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റു കാര്യങ്ങൾക്കും നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. വ്യാജ പാൻ കാർഡുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിന് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ്. നികുതി വെട്ടിപ്പ് കേസുകൾ കണ്ടെത്തുന്നതിനും ഇത് മുഖേന സഹായിക്കുന്നതാണ്. ഒരേ വ്യക്തിയുടെ പേരിൽ ഒന്നിലധികം പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ഇത് മുഖേന സാധിക്കുന്നതാണ്. ആരൊക്കെയാണ് ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. അസം, മേഘാലയ, ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ താമസക്കാർ, പ്രവാസികൾ, 80 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ എന്നിവർ ഒഴികെ ഇന്ത്യൻ പൗരനായിട്ടുള്ള എല്ലാവരും പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ പാൻ കാർഡ് ഇതിനകം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന് നമുക്കിവിടെ ആദായ നികുതി വകുപ്പിൻ്റെ ഔദ്യോഗിക ഫയലിംഗ് പോർട്ടൽ സന്ദർശിക്കേണ്ടതാണ്. അതിനുവേണ്ടി നമുക്കിവിടെ www.incometax.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ശേഷം നമുക്കിവിടെ ക്വിക്ക് ലിങ്കുകൾ എന്നതിന് താഴെയുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. അവിടെ നമുക്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാൻ കാർഡ്, ആധാർ നമ്പർ എന്നിവ നൽകി നമുക്ക് ഡീറ്റെയിൽസ് അറിയുവാൻ സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് ആധാർ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമ്മുടെ ആധാർ നമ്മുടെ പാൻ കാർഡുമായിട്ട് പരസ്പരം ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലിങ്ക് ചെയ്യാത്തവർക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടെ നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ലിങ്ക് ചെയ്യുക എന്ന ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. അത് മുഖേന നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശേഷം നമ്മളിവിടെ സബ്മിറ്റ് ബട്ടൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ നടപടി ക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുന്നതിനും വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നമുക്ക് ഇത്തരത്തിലുള്ള വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.